എടാ ക്രിസ്ത്യാനോനെ പണ്ട് യൂട്യൂബ് ബാൻ ചെയ്തതായിരുന്നു. അന്നേ പ്ലാൻ ഉള്ളതായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. ബട്ട് ആ ടൈം യൂട്യൂബിന്റെ സെർവേഴ്സിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ബാൻ ചെയ്തതാ. കാരണം ഒറ്റയടിക്ക് ഇത്രയും പേര് കയറി വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ സെർവർ ക്രാഷ് ആവാൻ ചാൻസ് ഉണ്ട് പറഞ്ഞിട്ടൊക്കെ. എന്തോ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം യൂട്യൂബ് പറഞ്ഞു അത് ശരിയാവില്ല എന്ന്. എന്നിട്ട് അവസാനം ഇപ്പോഴാണ് അവര് ഐ തിങ്ക് ഗ്രീൻ ഫ്ലാഗ് കൊടുത്തത്. സോ അണ്ണൻ അങ്ങനെ യൂട്യൂബിലും എടാ ഡയമണ്ട് പ്ലേ ബട്ടൺ ഉണ്ടോടാ അതിന്റെ മെസ്സിക്ക്? ഉണ്ടോടാ? അതെ, വേൾഡ് കപ്പ് ഉണ്ടോടാ? ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോടാ? ഉണ്ടോടാ? ഫുട്ബോളിൽ മാത്രമേ പേഴ്സോൺ ഉള്ളൂ, പുറത്തൊന്നുമില്ല. സത്യം പറയാലോ, ഓറ നല്ല നെഗറ്റീവാ. വെരി പോളറൈസിംഗ് സ്റ്റേറ്റ്മെന്റ്. റെസ്പോണ്ട് ചെയ്യടാ. ഈ വേൾഡ് കപ്പ് ഫുട്ബോളിൽ കപ്പ് കിട്ടാത്തവരോ ആൾക്കാർ പല പലതും ചെയ്തിട്ട് ഞാൻ സംഭവമാണെന്ന് തെളിയിക്കാൻ നോക്കും. അതാണ് ഇപ്പൊ അണ്ണൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മെസ്സി കാലം കുറെ മുമ്പേ യൂട്യൂബ് തുടങ്ങിയതോ? എടാ അത് മെസ്സി ഈ ട്രെൻഡൊക്കെ അറിയുന്നതിന് മുമ്പേ തുടങ്ങിയതാ. ട്രെൻഡ് സെറ്റ് ചെയ്യാൻ നോക്കിയതാ, നടന്നില്ലെന്നേ ഉള്ളൂ. അണ്ണ ട്രെൻഡൊക്കെ സെറ്റ് ആയതിനു ശേഷം വന്നില്ലേ? എന്ത് പ്രൈമിനെ കോപ്പി അടിക്കുന്നതാണോ ട്രെൻഡ്? പുതിയ ട്രെൻഡ് എന്താ ഇവന്റെ ഡ്രിങ്ക് ഇറക്കിണ്ടല്ലേ ഇപ്പൊ? ടിൻഡു, ആസ് എ മെസ്സി ഫാൻ, ക്രിസ്ത്യാനോടെ ഈ വളർച്ചയെ നീ എങ്ങനെ നോക്കി കാണുന്നു? ഐ മീൻ യൂട്യൂബ് വളർച്ചയെ കുറിച്ച് ഇപ്പൊ എന്താ പറയണ്ടേ? നമുക്ക് ഫുട്ബോളിനെ കുറിച്ചല്ലേ അറിയണ്ടേ സാറേ? നമ്മ എന്തിനാ യൂട്യൂബ് ഒക്കെ നോക്കുന്നത്? എടാ ഇതിന്റെ പ്രഖ്യാപനമായിട്ട് നിങ്ങളൊരു ക്യാമ്പയിൻ, എന്തോ ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നല്ലോ ലാസ്റ്റ് ഗെയിം ഒന്നും കളിച്ചില്ലല്ലോ അവരുടെ പ്രീ സീസണിലൊന്നും. മറ്റേ ഇത് കോപ്പ അമേരിക്ക ലാസ്റ്റ് ഇഞ്ചുറി ആയിട്ട് പിന്നെ നിർത്തിയല്ലോ, പിന്നെ അതിന് ശേഷം കളിച്ചില്ലല്ലോ. എടാ നിങ്ങൾ മെസ്സി ഫാൻസ് ഇതിന് പ്രതിഷേധമായിട്ട് ഒരു പുതിയ ക്യാമ്പയിൻ തുടങ്ങണം. എന്താടാ? റോഡ് ടു 100 മില്യൺ പറഞ്ഞിട്ട് എല്ലാരും ലിയണൽ മെസ്സിനെ സബ്സ്ക്രൈബ് ചെയ്യണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. അണ്ണൻ ഒന്നും കൂടി യൂട്യൂബ് കളഞ്ഞിട്ട് പുതിയ അക്കൗണ്ട് ഉണ്ടാക്കിയാൽ ഈ റെക്കോർഡ് അങ്ങ് മാറി കിട്ടും. ഇത് പണ്ടത്തെ അക്കൗണ്ട് ആയതുകൊണ്ടാ. പറ്റുമോ സക്കീർ ബൈക്ക്? നീ എന്താ പറയുന്ന? അണ്ണന് പറ്റൂലെന്ന് നീ പറയുന്നത്? കൊറേ ഫാൻസ് റിക്വസ്റ്റ് ചെയ്യുന്ന എന്താ അറിയോ? ഞാൻ പറയട്ടെ, കൊറേ ഫാൻസ് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താ അറിയോ? ക്രിസ്ത്യാനോ മെസ്സിനെ കൊണ്ടുവരാനല്ലേ യൂട്യൂബ് ചാനലിൽ ഞാൻ കേട്ടായിരുന്നു. പക്ഷെ അത് പൊളിക്കും. യൂട്യൂബിന്റെ അണ്ടകണാഹം വന്നേരം. പക്ഷെ സ്പാനിഷിലൊക്കെ ആയിരിക്കും ഇവര് സംസാരിക്കുക. സബ്ടൈറ്റിൽസ് ഇട്ട് കാണാം. അണ്ണനെ ഇംഗ്ലീഷ് ഒന്ന് പഠിച്ചൂടെ? ഒരു 2 വാക്കെങ്കിലും. അമേരിക്കക്കൊക്കെ പോയതല്ലേ അണ്ണൻ 2 ഇംഗ്ലീഷ് ഒക്കെ പറയുന്നത് നീ കേട്ടിട്ടില്ലേ? ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിട്ട്. ഏതായിരുന്ന സിനിമ? മറന്നുപോയി. ഓ, ബാഡ് ബോയ്സ്. അണ്ണന് ഇംഗ്ലീഷ് അറിയാം, അണ്ണൻ ഇംഗ്ലീഷ് പറയക്കാം. ഇംഗ്ലീഷ് അറിഞ്ഞിട്ട് എന്തിനാ പറയാല്ലേ? ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ആർക്കാണ് കുറച്ചുകൂടി ലൈക്ക് ഹ്യൂജ് ഫോളോയിങ് ഉള്ളതായിട്ട് തോന്നിക്കണത്? ലൈക്ക് എനിക്ക് എപ്പോഴും ക്രിസ്ത്യാനോ ആണ് എപ്പോഴും മെസ്സിനെക്കാട്ടിയും സോഷ്യൽ മീഡിയ ആൻഡ് PR ഗെയിമിൽ ഒരുപാട് മുന്നിലായിട്ട് നോക്കുന്നത്. ലൈക്ക് എപ്പോഴും അവനാണ് ആ ഗെയിമിൽ ടോപ്പായിട്ട് നിൽക്കുന്നത്. അതിന് കുറെ റീസൺസ് ഉണ്ട്. അത് എൻ്റെ വൺ ഓഫ് ദ റീസൺ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു പോളറൈസിങ് ക്യാരക്ടറാണെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഒരു മെസ്സിനെ നോക്കുകയാണെങ്കിൽ ഹീ ഈസ് വെരി ന്യൂട്രൽ. അവനൊരു സ്റ്റാൻസ് ഇല്ല ഒരു കാര്യത്തിനും എന്നുള്ള രീതിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് ക്രിസ്ത്യാനോക്ക് ഒരു ഇതുണ്ട്. ഇപ്പോൾ അവൻ്റെ ഒരു എന്താ പറയുക ക്യാരക്ടർ ആണെങ്കിലും അവനാണ് ബെസ്റ്റ് എന്നുള്ള രീതിക്കുള്ളൊരു അതിങ്ങനെ പുറത്തേക്ക് പറയാനുള്ള ധൈര്യം. സോ അത് ആ ഒരു അറഗൻസ് ഉണ്ടല്ലോ, ചില അറഗൻസ് വേണമെങ്കിൽ പറയാം. സോ അതൊക്കെ അവനെ കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് എന്നുള്ള എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അതിലെന്താ അഭിപ്രായം? എനിക്ക് among these two അതിന്റെ ഒരു മെയിൻ റീസൺ എന്താന്ന് പറയാം. കാരണം ഇത് ഇനീഷ്യൽ ഡേയ്സ് തൊട്ടേ, ഇന്നല്ല ഒരു 10 വർഷം മുമ്പ് എടുത്താലും, 2010 ആ ടൈമിലാണെങ്കിലും
one thing that was unique about Cristiano is that Cristiano is just not only about football. Cristiano വെറും ഫുട്ബോൾ പ്ലെയർ മാത്രമായിരുന്നില്ല. ലൈക്ക് he was like a model, like ഫിസിക്കും ലുക്സും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എടുക്കുകയാണെങ്കിലും ക്രിസ്ത്യാനോ മുകളിലായിരുന്നു. ആൻഡ് he was a very big fitness influencer. ആൻഡ് അതാണ് മെയിൻ റീസൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് ക്രിസ്ത്യാനോനെ ഇഷ്ടം ക്രിസ്ത്യാനോ നല്ലൊരു ഫുട്ബോളർ ആയതുകൊണ്ട് മാത്രമല്ല, എനിക്ക് അതിലും കൂടുതൽ ഇഷ്ടം അവന്റെ ആ ഒരു ഡ്രൈവ്, അവന്റെ വർക്കിനോടുള്ള ആ എത്തിക് അല്ലെങ്കിൽ ആ ഡെഡിക്കേഷൻ. ആൻഡ് അതൊക്കെ മെസ്സിക്കും ഉണ്ട്, ബട്ട് ക്രിസ്ത്യാനോ അത് ആക്റ്റീവ്ലി കാണിക്കും. മനസ്സിലായോ? ഇറ്റ് ഹാസ് ബിക്കം എ പാർട്ട് ഓഫ് ഹിസ് ലൈഫ് ദാറ്റ് അവൻ അങ്ങനെയാണ് ഫസ്റ്റ് തൊട്ടേ പ്രൊജക്ട് ചെയ്തിരുന്നത്. ആൻഡ് ആ ഒരു മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ ക്രിസ്ത്യാനോന് മെസ്സിനേക്കാളും കൂടുതലാണ്. വേറെസ് മെസ്സി പ്യുവർലി അവന്റെ ഗെയിം കാരണം മാത്രം ഫുട്ബോളിൽ ഭയങ്കര ഫേമസ് ആയതാണ്. അല്ലാണ്ട് ആ ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടർ ഫുട്ബോളിന്റെ പുറത്ത് ഐ തിങ്ക് കമ്പാരിറ്റീവ്ലി മെസ്സിക്ക് കുറവാണെന്ന് തോന്നുന്നു. ആൻഡ് വൺ മേജർ റീസൺ എനിക്ക് തോന്നിയത് ക്രിസ്ത്യാനോ നോസ് ഇംഗ്ലീഷ് ആൻഡ് ഹി യൂസ് ടു ഡു എ ലോട്ട് ഓഫ് ആഡ്സ് ആൻഡ് ഷോ അങ്ങനത്തെയൊക്കെ ഇംഗ്ലീഷിൽ തന്നെ അവന് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് കൂടുതൽ റീച്ച് ഉണ്ട്. മീഡിയം ഒരു വലിയൊരു ഫാക്ടറാണല്ലോ. നേരെ മറിച്ച് മെസ്സി അങ്ങനെ ആക്റ്റീവ്ലി വരുന്ന ഷോസും അങ്ങനത്തെ കൂടുതലും അർജന്റീനിയൻ ഷോസോ അല്ലെങ്കിൽ സ്പാനിഷ് ലാംഗ്വേജിലുള്ള ഷോസ് ആയിരുന്നു. സോ അതിനൊന്നും അങ്ങനെ വലിയ റീച്ച് ഉണ്ടായിരുന്നില്ല. ബട്ട് ആഡ്സ് ഒബ്വിയസ്ലി മെസ്സിയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്രിസ്ത്യാനോന്റെ ആ ഒരു ലെവലില് PR ഇല്ലാത്തതിന് മേജർ കാരണം ഐ തിങ്ക് ഒരു ലാംഗ്വേജ് ബാരിയറും ആയിരിക്കും. ലൈക്ക് ഗേൾസിന്റെ ഫോളോയിങ് ആണെങ്കിലും ഇപ്പൊ ഫുട്ബോളിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾ പോലും ഐ തിങ്ക് ക്രിസ്ത്യാനോനെ ഫോളോ ചെയ്യാനുള്ള ചാൻസ് മെസ്സിനെ ഫോളോ ചെയ്യാനേക്കാളും കൂടുതലാണ്. ടിൻഡു അഗ്രി ചെയ്യുന്നു തോന്നുന്നു എല്ലാം. എനിക്ക് പക്ഷെ എനിക്ക് ക്രിസ്ത്യാനോനെ തൊട്ട് കൂടുതൽ ഒരു സ്റ്റാർ ഐക്കൺ എന്നുള്ള രീതിയിൽ എനിക്ക് പിന്നെ നെയ്മറാണ് മൈൻഡിൽ വരുന്നത്. മീൻസ് ആ ഒരു സ്റ്റൈൽ. കാരണം ഒരു ടൈം നെയ്മർ കട്ട് അതൊക്കെ എന്ത് ഇതായിരുന്നു, അത്രയാ പിള്ളേരുടെ മൈൻഡിൽ കയറി വന്ന ഒരു സാധനം. എനിക്ക് തോന്നുന്നു ആ ഹെയർ സ്റ്റൈൽ, ആ ഒരു സ്റ്റൈലിഷ് ഐക്കൺ എന്നുള്ള രീതിയിൽ എനിക്കൊന്ന് നെയ്മർ ആയിരുന്നു എനിക്ക് കുറച്ചും കൂടി ഇൻഫ്ലുവൻസ് ആയിട്ട് തോന്നുന്നത്. മീൻസ് ക്രിസ്ത്യാനോന്റെ ഈ ബോഡി ഇതൊക്കെ ഇൻഫ്ലുവൻസ് ആണ്, ബട്ട് സ്റ്റിൽ കിഡ്സിന്റെ മൈൻഡിൽ ആ ഒരു ഈവൻ ഓൾ ടൈം മോസ്റ്റ് പോപ്പുലർ പ്ലെയർ ബ്രസീലിയൻ പ്ലെയർ പോലും നെയ്മർ അല്ല. റൊണാൾഡീനോന്റെ അത്ര ഇതുപോലും ഐ തിങ്ക് നെയ്മറിന് ഉണ്ടായിരുന്നില്ല ലോകത്ത്. ലൈക്ക് റൊണാൾഡീനോനെ അറിയുന്ന കാര്യം പറഞ്ഞു അല്ല. എന്താണെങ്കിലും ഈവൻ ഇപ്പൊ ഈ ഒരു ടൈമില് റൊണാൾഡീനോ ഉണ്ടായിരുന്നെങ്കിൽ ഐ തിങ്ക് നെയ്മറിനെക്കാളും പോപ്പുലർ റൊണാൾഡീനോ ആയിരുന്നേനെ. ഐ നെവർ തോട്ട് ഓഫ് നെയ്മർ ദാറ്റ് വേ. എന്റെ മേ ബി എനിക്ക് തോന്നുന്നതായിരിക്കും. ഹെയർ സ്റ്റൈൽ ഓക്കെ, ഹി ഹാഡ് ദ ലുക്സ് ആൻഡ് ഓൾ, ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് വേറൊന്നും തോന്നിയിട്ടില്ല നെയ്മറിന് ആ ഒരു വാല്യൂ. ഇനീഷ്യൽ ഡേയ്സിലുണ്ടായിരുന്നു, വെൻ ഹി വാസ് റൈസിങ് അപ്പ്. ബാർസ ടൈംസിലൊക്കെ ഉണ്ടായിരുന്നു. PSG പോയതോടെ അത് പോയി. ഞാൻ പറഞ്ഞ ആ ഒരു സ്പാനില്ലേ. കാരണം നാട്ടിലുള്ള എല്ലാം നിറച്ച് നെയ്മർ കട്ട് അടിച്ചിട്ട് വരിക എല്ലാം. നെയ്മർ കട്ട് അവിടെ നെയ്മറിന്റെ മുന്നിലെ കളറില്ല, ഏതാ കളർ